ഹലോ നമസ്കാരം. ഇത് ഡിയോണയുടെ മമ്മിയുടെ ബർത്ത്ഡേക്ക് ചെയ്തിട്ടുള്ള മെറ്റൽഡ കേക്കാണ്. ഡിയോണയുടെ ഫാമിലിയായിട്ട് കുറേ കാലമായിട്ടുള്ള ബന്ധമായിട്ടുണ്ട്. ഇപ്പം ഇത് സ്റ്റാർട്ട് ചെയ്തത് ഷെറിനാണ്. അങ്ങനെ അത് ഡിയോണയിലെത്തി. അങ്ങനെ അവർ ഹോൾ ഫാമിലി ആയിട്ട് ഒരുപാട് കേക്ക്സ് വാങ്ങിക്കാറുണ്ട്. ഞങ്ങളെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു നോർത്ത് ഇന്ത്യൻ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ സ്ഥലങ്ങളിൽ പോയി. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പഞ്ചാബായിരുന്നു. അമൃത്സറിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ഇത്രയും ഇഷ്ടമാവാൻ കാരണം എന്താ വെച്ചാൽ പണ്ട് തൊട്ടേ ഈ സിഖ് മതസ്ഥരായിട്ടുള്ള ആൾക്കാർ നമുക്ക് എപ്പോഴും കൗതുകം തരുന്ന ആൾക്കാർ തന്നെയാണല്ലോ. അവരുടെ ആ ഒരു ടേബനും അവരുടെ ഒരു പ്രത്യേക രീതികളും ഒക്കെ ഒരുപാട് നമ്മൾ സിനിമകളിലും അല്ലാണ്ടെയും കാണുകയും വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് അവരുടെ നാട്ടിലേക്കാണ് പോണത് എന്നുള്ളത്, ലസ്സിയുടെ നാട്ടിലേക്കാണ് പോണത് എന്നുള്ളത്, നല്ല ഗേഹൂൻ്റെ നാട്ടിലേക്കാണ് പോണത് എന്നുള്ളത് ശരിക്കും ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. അവിടെ ഗോൾഡൻ ടെമ്പിൾ അടക്കം ഗുരുദ്വാരകൾ കാണാൻ പറ്റിയിരുന്നു കേട്ടോ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഗോൾഡൻ ടെമ്പിളിലൊക്കെ ഇത്രയും ജനങ്ങളുണ്ടായിട്ടും ഒരു ബഹളവും ഇല്ല. എന്ത് ക്ലീൻ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്, എന്ത് ഓർഗനൈസ്ഡ് ആയിട്ടാണ്. അവിടുത്തെ ആ ഭക്ഷണത്തിൻ്റെ രുചി പോലും നാം ഇന്ന് പോയിട്ടില്ല ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും. അതിനോട് ചേർന്ന് നിൽക്കണ മറ്റൊരിടം, അത് പഠിക്കണ കാലം തുടങ്ങിയിട്ട് മനസ്സിനകത്തൊരു വിങ്ങലായിട്ട് നിൽക്കുന്ന സ്ഥലമായിരുന്നു. അവിടേക്ക് കടന്നു ചെല്ലുമ്പോൾ ശരിക്കും ദേഹത്തിനൊരു വല്ലാത്തൊരു വിറയലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ജാലിയൻ വാല ബാഗ് ആ മണ്ണിൽ ചവിട്ടുമ്പോൾ എനിക്ക് തോന്നുന്നത് ഏതൊരു ഇന്ത്യക്കാരനും ഒരു വല്ലാത്ത ഫീൽ തന്നെയായിരിക്കും. ഓടി രക്ഷപ്പെടാൻ ഒരു പഴുതുപോലും ഇല്ലാണ്ട് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നിട്ടുള്ള കുറേ രക്തസാക്ഷികളുടെ മണ്ണ്. രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ കിണറിലേക്ക് ചാടിയിട്ടുള്ള കുറേ പാവങ്ങൾ. ഇവരൊക്കെ ഓർത്ത് ഹെവി ഹാർട്ടഡ് ആയിട്ടല്ലാണ്ട് ആ മണ്ണ് വിട്ട് പോരാൻ നമുക്ക് പറ്റില്ല കേട്ടോ. അതുപോലെ ഭഗത് സിംഗിൻ്റെ വീട് കാണണം എന്നുള്ളതും വലിയ ആഗ്രഹമായിരുന്നു. ഞങ്ങളുടെ ഡ്രൈവർ കൊണ്ടുപോകാൻ തയ്യാറായിരുന്നു. പക്ഷേ ഞങ്ങളത് നല്ല ബിസി സ്കെഡ്യൂൾ ആയതുകൊണ്ട് അവിടെ പോകാൻ പറ്റിയില്ല. അത് അമൃത്സറിൽ നിന്ന് കുറച്ച് ദൂരം പോകാനുണ്ട്. പിന്നെ അമൃത്സറിൽ പോകുമ്പം എല്ലാവരും ചെയ്യണ വാഗാ ബോർഡർ വിസിറ്റ് അത് ഞങ്ങൾ ചെയ്തിരുന്നു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പെർമിഷൻ എടുക്കുന്നതിൽ എന്തോ ഒരു പ്രശ്നം പറ്റിയതുകൊണ്ട് അവിടെ എത്തിയപ്പോഴത്തേക്കും ഞങ്ങളെ കടത്തി വിട്ടില്ല. അടുത്ത ദിവസം വൈകുന്നേരത്തെ പരേഡ് കാണാൻ അച്ഛനും അമ്മയൊക്കെ പോയിരുന്നു കേട്ടോ. പക്ഷേ തലേ ദിവസത്തെ വെയിലും കാര്യങ്ങളും കൊണ്ട് ഞാനൊക്കെ ആവശ്യമായതുകൊണ്ട് ഞാനൊന്നും കാണാൻ പോയില്ല. പക്ഷേ സ്റ്റിൽ ഒരു ബോർഡറെങ്കിലും കാണുന്നുണ്ടായിരുന്നു. പഞ്ചാബ് വരെ എത്തിയിട്ട് ഒരു ഇന്ത്യ ബോർഡർ കണ്ടില്ലെങ്കിൽ എങ്ങനെയാണ്. അങ്ങനെ നമ്മുടെ ഡ്രൈവറിനോട് പറഞ്ഞപ്പം ഒരു റാനിയ എന്ന് മറ്റു പറയുന്ന ബോർഡറിലേക്ക് കൊണ്ടുപോയി. അവിടെ വളരെ ക്വയറ്റായിട്ടുള്ള ഒരു ചെക്ക് പോസ്റ്റ് മാത്രമേ ഉള്ളൂ. അവിടെ പോയിട്ട് നമ്മളിങ്ങനെ കാണാം നേരെ അപ്പുറത്ത് മുള്ളുവേലിക്കപ്പുറത്തായിട്ട് പാകിസ്ഥാൻ ഇങ്ങനെ നീണ്ട് പരന്ന് കിടക്കണത്. ഇത്രയേ ഉള്ളൂ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത് അവിടെ എത്തുമ്പോൾ മനസ്സിലാവുമ്പോൾ അതും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ്. നമുക്ക് ഇന്ത്യ പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിലൊരു ബോർഡർ ഉണ്ടല്ലോ, പക്ഷേ ഒരേ മണ്ണ് ഒരേപോലെ നീണ്ടു പരന്ന് ഇങ്ങനെ കിടക്കുക. അതും എന്തോ ഒരു സുഖമുള്ള ചെറിയ വേദന തരുന്ന ഒരു അനുഭവം തന്നെയായിരുന്നു. എല്ലാം ഒരേ ഭൂമി, ബോർഡർ മനുഷ്യൻ്റെ മനസ്സിലും.